തിരുവനന്തപുരം തമ്പാനൂരിലെ ടൂറിസ്റ്റ് ഹോമിൽ യുവതിയെ കൊലപ്പെടുത്തി മധ്യവയസ്കൻ തൂങ്ങി മരിച്ചു. പേയാട് സ്വദേശി ആശയെ കൊലപ്പെടുത്തി സി കുമാരൻ എന്നയാൾ ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസിന്റെ നിഗമനം. മുറിയിൽ മൽപ്പിടുത്തം നടന്നതിന്റെ ലക്ഷണം ഉള്ളതായി പോലീസ് പറയുന്നു. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. വിവരങ്ങളുമായി അജീഷ് ജയകുമാർ ചേരുന്നുണ്ട്. അജീഷ്, എന്താണ് സംഭവത്തെപ്പറ്റി പോലീസ് പറയുന്നത്? സംഭവത്തിലുള്ള ദുരൂഹത പോലീസ് സംശയിക്കുന്നത് എന്താണ്? ഹാഷ്മി, ഈ പറയുന്ന ഈ പേയാട് സ്വദേശികളാണ് ഈ മരിച്ച രണ്ട് പേരും. പേയാട് സ്വദേശി കുമാരനും അതേപോലെ തന്നെ കുമാരൻ്റെ അയൽവാസിയാണ് ഈ മരിച്ച ആശ എന്ന് പറയുന്ന സ്ത്രീയും. ഈ കുമാരൻ 10-ാം തീയതിയാണ് ഈ തിരുവനന്തപുരം KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ കൊടിയൽ ടൂറിസ്റ്റ് ഹോമിൽ മുറിയെടുക്കുന്നത്. ഈ ആശ ഇന്നലെ വൈകിട്ടാണ് ഈ കൊടിയൽ ടൂറിസ്റ്റ് ഹോമിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ ഇവിടുത്തെ ടൂറിസ്റ്റ് ഹോമിലെ ജീവനക്കാർ പരിശോധിച്ചപ്പോഴാണ് ഈ രണ്ടുപേരുടെയും മൃതദേഹം ഇവിടെ കിടക്കുന്നത് കണ്ടത്. ഈ ആശയുടെ മൃതദേഹം കഴുത്തറുത്ത നിലയിൽ രക്തത്തിൽ കുളിച്ച് നിലത്ത് കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത്. ഈ കുമാരൻ തൂങ്ങി മരിച്ച നിലയിലും കുമാരൻ്റെ കൈത്തണ്ടയിൽ മുറിവുകളുണ്ട്. കൂടാതെ കുമാരൻ്റെ തോളിലും അതേപോലെ തന്നെ കൈകളിലും ഈ മുറിവേറ്റ പാടുകളുണ്ട്. ഈ ആശയുടെ ശരീരത്തിലും ക്ഷതമേറ്റ പാടുണ്ട്. പെട്ടെന്നുള്ള പ്രകോപനമാണ് ഒരു കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത്. ഒരു മൽപ്പിടുത്തം നടന്നതിൻ്റെ ലക്ഷണങ്ങളും ഈ മുറിയിൽ ഉണ്ട്. അതിൻ്റെ തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഈ കുമാരൻ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരനാണ്. ഇന്ന് രാവിലെ 5 മണിക്ക് അദ്ദേഹത്തിന് ജോലിക്ക് കയറേണ്ടതായിരുന്നു. സഹപ്രവർത്തകർ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് കിട്ടിയിരുന്നില്ല. തുടർന്നാണ് ഈ സ്ഥിരമായി ഇദ്ദേഹം റൂമെടുക്കുന്ന ഈ കൊടിയൽ ടൂറിസ്റ്റ് ഹോമിൽ ഉടമസ്ഥനെ ഈ സഹപ്രവർത്തകർ ഫോണിൽ ബന്ധപ്പെട്ടത്. അങ്ങനെ അവരെയാണ് തമ്പാനൂർ പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് എത്തി പരിശോധിക്കുകയും ചെയ്തത്. എന്തായാലും നിലവിലിപ്പോൾ ഈ മരിച്ച രണ്ടുപേരുടെയും ബന്ധുക്കൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മാത്രമല്ല DCP അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ, ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധരും ഇവിടെ എത്തി പരിശോധന നടത്തുന്നുണ്ട്. ഇവിടുത്തെ ജീവനക്കാരെയും അതേപോലെ തന്നെ റിസപ്ഷനിസ്റ്റ് അടക്കമുള്ള ആളുകളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ളതിൻ്റെ കാരണം അന്വേഷിക്കുകയാണ് പോലീസ്. അതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും മുറിക്കുള്ളിൽ ഒരു മൽപ്പിടുത്തം നടന്നതിൻ്റെ ലക്ഷണങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഈ മരിച്ച സ്ത്രീയുടെ ശരീരത്തിലും ക്ഷതമേറ്റ പാടുകളുണ്ട്. ഈ മരിച്ച കുമാരൻ്റെ ശരീരത്തിൽ പാടുകളുണ്ട്. എന്തായാലും കുമാരൻ ഈ ആശയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് ഒരു പ്രാഥമിക നിഗമനം. എന്തായാലും അന്വേഷണം നടത്തി വരികയാണ്. ബന്ധുക്കളടക്കം മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഈ കൊലപാതകത്തിൻ്റെ കാരണത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഈ ആശ തിരുവനന്തപുരം പേയാട് വിളപ്പിൻശാല സ്റ്റേഷൻ പരിധിയിലാണുള്ളത്. ഈ ആശയെ കാണാനില്ലെന്ന് പറഞ്ഞ ആശയുടെ ഭർത്താവ് കഴിഞ്ഞ ദിവസം വിളപ്പിൻശാല പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിരുന്നു. ഇന്നലെ രാത്രി 11 മണിക്കാണ് വിളപ്പിൻശാല പോലീസ് അതിൽ കേസെടുത്തത്. അതിൽ അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇന്നലെ രാവിലെ 5:30-ക്കാണ് ആശയെ വീട്ടിൽ നിന്ന് കാണാതായതെന്നാണ് ഭർത്താവ് പറയുന്നത്. ആശയ്ക്ക് 2 കുട്ടികളുമുണ്ട്. ഈ മരിച്ച കുമാരൻ വിവാഹമോചിതനാണ്. അദ്ദേഹത്തിനും ഒരു കുഞ്ഞുണ്ട്. അദ്ദേഹം ഏറെക്കാലമായി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. എങ്ങനെ ഇവർ അടുപ്പത്തിലായി അതിനുശേഷം ഇവിടേക്ക് വന്നു എന്നാണ് പോലീസ് പറയുന്നത്. അജീഷ് ജയകുമാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അജീഷ്, അങ്ങേയറ്റത്തെ അരുംകൊലയാണ്, ഇത് കഴുത്തറത്ത് കൊല്ലലാണ്. അപ്പോൾ എന്താണ് ആ ക്രൂര ചെയ്തിക്കുള്ള ചേതോവികാരം, അല്ലെങ്കിൽ അതിനുള്ള കാരണം എന്താണ് എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും പോലീസിന് സൂചനയുണ്ടോ? ഹാഷ്മി, അതാണ് പറയുന്നത്. അതായത് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പരിശോധന നടത്തുന്നുണ്ട്. ഈ മുറിയിൽ ഇവർ രണ്ടുപേരും താമസിച്ചത്, അതായത് രാത്രിയിലാണ് ഈ കൊലപാതകം നടന്നുവെന്നാണ് പോലീസ് പറയുന്നത്. രാത്രിയിൽ ഒരുപക്ഷെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് എന്തെങ്കിലും സംസാരത്തിനിടയിലുണ്ടായ തർക്കത്തിനിടയിലുണ്ടായ കൊലപാതകമാകാം എന്നാണ് പോലീസിന് ഇപ്പോൾ പ്രാഥമികമായി പറയാൻ സാധിക്കുന്നത്. കാരണം ഒരു മൽപ്പിടുത്തം നടന്നതിൻ്റെ ലക്ഷണമുണ്ട്. ഈ ആശയെ കഴുത്തറത്താണ് കൊലപ്പെടുത്തി. അതിനു മുമ്പ് ഈ മൽപ്പിടുത്തം നടന്നതിൻ്റെ ലക്ഷണമുണ്ട്. കാരണം ആശയുടെ ശരീരത്തിലടക്കം ഈ ക്ഷതമേറ്റ പാടുകളുണ്ട്. ഈ കുമാരൻ്റെ ശരീരത്തിലും ഈ ആശയുടെ നഖപ്പാടുകളുണ്ട്. അതിന് കഴുത്തിലും അതേപോലെ തന്നെ തോളിലും കൈകളിലുമൊക്കെ മുറിവേറ്റ പാടുകളുണ്ട്. ഈ കുമാരൻ ഈ ആശയെ ഈ മൽപ്പിടുത്തത്തിനിടയിൽ കൊലപ്പെടുത്തിയ ശേഷം ആദ്യം കൈതണ്ട മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം തൂങ്ങി മരിച്ചത്. എന്തായാലും ഈ രാവിലെയാണ് ഈ ജീവനക്കാർ ഇക്കാര്യങ്ങൾ അറിയുന്നത്. അതായത് ഈ സഹപ്രവർത്തകർ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് കിട്ടാത്തതിനെ തുടർന്ന് ഈ ഇദ്ദേഹം സ്ഥിരമായി താമസിക്കുന്ന ഈ ലോഡ്ജ് ഉടമയും ഫോൺ വിളിക്കുന്നു. അദ്ദേഹം വന്ന് പരിശോധിക്കുമ്പോൾ മുറി പൂട്ടിയിട്ടിരിക്കുന്നു. അകത്തുനിന്ന് ആരും സംസാരിക്കുന്നില്ല, ഒച്ചയൊന്നുമില്ല. അങ്ങനെയാണ് പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ മൃതദേഹം കാണുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ ബന്ധുക്കളടക്കം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. മരിച്ച 2 ആളുകളുടെയും ബന്ധുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കുമാരൻ്റെയും ആശയുടെയും ബന്ധുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇവരുടെ മൊബൈൽ ഫോൺ അടക്കം പരിശോധിക്കേണ്ടതുണ്ട്. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണം. അങ്ങനെ ഇതെല്ലാം പരിശോധനയ്ക്ക് ശേഷം മാത്രമേ എന്താണ് എക്സാക്റ്റായിട്ട് കൊലപാതക കാരണം എന്നുള്ളൊരു വ്യക്തതയിലേക്ക് പോലീസിന് എത്താൻ സാധിക്കൂ. നിലവിൽ പോലീസ് പറയുന്നത് ഇത്രമാത്രമാണ്. രാത്രിയിൽ ഇവർ റൂം എടുത്തിരുന്നു. ആവർത്തിക്കുന്നു. അരുംകൊല എന്ന് പറയുമ്പോൾ സാധാരണ കൊലപാതകം എന്നതിനൊക്കെ അപ്പുറം കഴുത്തറത്ത് കൊല്ലുക, തലയടിച്ചു കൊല്ലുക തുടങ്ങിയ അങ്ങേയറ്റം ക്രൂരമായ മാർഗ്ഗങ്ങളിലുള്ള കൊലപാതകങ്ങളുടെ വാർത്ത ഒന്നല്ല, പലത് നമ്മൾ ഈ ദിവസങ്ങൾ കാണുകയാണ്. എന്താണ് നാടിന് സംഭവിക്കുന്നതെന്ന് അറിയില്ല.